ഹലോ ഗൈസ്, വെൽക്കം ടു മേക്ക് സ്റ്റുഡിയോ. അപ്പോൾ ഐ പി എല്ലിനായുള്ള കാത്തിരിപ്പ് തന്നെയാണ്. ഇനി കേവലം 1-2 ദിവസങ്ങൾ മാത്രമാണ് ഐ പി എല്ലിൻ്റെ 17ാം സീസണിന് കൊടിയേറാൻ ബാക്കിയുള്ളത്. ചപ്പോക്ക് സ്റ്റേഡിയത്തിൽ CSK ബാംഗ്ലൂർ സ്റ്റൈലിഷ് പോരാട്ടത്തോടു കൂടിയാണ് ഐ പി എല്ലിൻ്റെ 17ാം സീസൺ തുടക്കം കുറിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ലോക്സഭാ ഇലക്ഷനൊക്കെ നടക്കാൻ പോകുന്നതിൽ തന്നെ ഒരു ചെറിയ ബ്രേക്ക് വന്നാൽ പോലും ഐ പി എല്ലിൻ്റെ ആവേശത്തിന് ഒട്ടും കുറവ് വരുത്തില്ല. സോ നേരത്തെ 3 ടീമുകളുടെ ഫുൾ സ്ക്വാഡ് വിശദീകരണ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ്, രാജസ്ഥാൻ റോയൽസിന് പുറമെ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ കൂടി ഫുൾ സ്ക്വാഡ് അനാലിസിസ്, അവരുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, പ്രോബബിൾ 11 അടക്കമുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടൊരു സ്ക്വാഡ് അനാലിസിസ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഐ പി എല്ലിൻ്റെ ഇനാഗുറൽ മാച്ച്, 17ാം സീസണിൻ്റെ ഇനാഗുറൽ മാച്ച് കളിക്കാൻ പോകുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അല്ല, പകരം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിൻ്റെ വീഡിയോയുമായിട്ടാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയായിരുന്നു RCBയുടെ അൺബോക്സിങ് ഇവൻറ്റ് ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ അവരുടെ അൺബോക്സിങ് ഇവൻറ്റിൽ അവർ വരുത്തിയ പ്രധാന ചേഞ്ച് തന്നെയായിരുന്നു അവരുടെ പുതിയ ലോഗോ. അതോടൊപ്പം തന്നെ പുതിയ പേരും അവർ സ്വീകരിച്ചിട്ടുണ്ട്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്നതിന് പകരം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു എന്നാണ് നിലവിൽ RCBയുടെ പുതിയ പേര്. നമുക്കറിയാം, വനിതാ പ്രീമിയർ ലീഗിലടക്കം ഇത്തവണ കിരീടം നേടിക്കൊണ്ട് വന്ന വനിതാ ടീം അംഗങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ടാണ്, മാതൃകയാക്കിക്കൊണ്ടാണ് ഇത്തവണ RCBയുടെ പുരുഷ ടീം ഐ പി എല്ലിലേക്ക് എത്താൻ പോകുന്നത്. അതിനാൽ തന്നെ ഈ ഒരു കലണ്ടർ ഇയറിൽ 2 കിരീടങ്ങൾ നേടാൻ തന്നെയായിരിക്കും RCB ഫ്രാഞ്ചൈസിയുടെ ലക്ഷ്യം. സോ അതിനോട് തന്നെ പേരൊക്കെ മാറ്റി ഭാഗ്യം തുണയ്ക്കുമോ RCB? ഫാഫ് ഡു പ്ലസിയുടെ സംഘത്തെ, വിരാട് കോഹ്ലിയുടെ സംഘത്തെ, ഗ്ലെൻ മാക്സ്വെലിൻ്റെ സംഘത്തെ കാത്തിരുന്ന് തന്നെ കാണാം. സോ ഇപ്പോഴത്തെ RCBയുടെ ഒരു സ്ട്രെങ്ത് അനാലിസിസ് വീഡിയോയുമായിട്ടാണ്. നമുക്കറിയാം, പതിവ് പോലെ തന്നെ RCBയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ അല്പം പോരായ്മകൾ മാറ്റി നിർത്തുകയാണെങ്കിൽ വളരെ മികച്ച ഒരു ടീം തന്നെയാണ്. കിരീടം നേടാൻ കെൽപ്പുള്ള ഒരു ഫ്രാഞ്ചൈസി തന്നെയാണ് ഇത്തവണ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ഫാഫ് ഡു പ്ലസിയെ പോലൊരു നായകൻ ഇത്തവണയും അവരുടെ കൂടാരത്തിൽ തന്നെയുണ്ട്. സോ ഫാഫിൻ്റെ ആ ഒരു ക്യാപ്റ്റൻസി എഫിഷ്യൻസി തന്നെയായിരിക്കും ഇത്തവണ ബംഗളൂരുവിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് തുണയാകാൻ പോകുന്നത്. ഫാഫ് ഡു പ്ലസി, വിരാട് കോഹ്ലി, രജത് പടിദാർ, ഗ്ലെൻ മാക്സ്വെൽ, കാമറൂൺ ഗ്രീൻ, ദിനേഷ് കാർത്തിക്, മയങ്ക് ദാഗർ, മഹിപാൽ ലോമ്രോർ, കരൺ ശർമ്മ, ആകാശ് ദീപ്, റീസ് ടോപ്ലി, മുഹമ്മദ് സിറാജ്, യശ് ദയാൽ, ലോക്കി ഫെർഗൂസൺ, ടോം കറാൻ തുടങ്ങിയ മികച്ച താരങ്ങളും ഇത്തവണ ബാംഗ്ലൂരിൻ്റെ നിരയിലുണ്ട്. ആദ്യം തന്നെ നമുക്ക് ബാംഗ്ലൂരിൻ്റെ ഒരു പ്രോബബിൾ പ്ലേയിങ് 11 ജസ്റ്റ് ഒന്ന് നോക്കാം. ഓപ്പണിങ്ങിൽ ഇത്തവണയും ഫാഫ് ഡു പ്ലസി, വിരാട് കോഹ്ലി സഖ്യം തന്നെയായിരിക്കും ബംഗളൂരുവിന് വേണ്ടി കളിക്കളത്തിൽ ഇറങ്ങാൻ പോകുന്നത്. IPL കഴിഞ്ഞ സീസൺ മുതലുള്ള കണക്കുകൾ പ്രകാരം ഏറ്റവും മികച്ച ഓപ്പണിംഗ് സഖ്യമുള്ള ടീം തന്നെയാണ് RCB. ഫാഫ് ഡു പ്ലസിയും വിരാട് കോഹ്ലിയും അടക്കുന്ന ആ ഒരു ഓപ്പണിംഗ് സഖ്യം തന്നെയാണ് RCBയുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കരുത്ത് എന്ന് പറയുന്നത്. ഒപ്പം രജത് പടിദാർ കൂടി ചേരുമ്പോൾ ടോപ്പ് 3 മികച്ച ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട്. ഗ്ലെൻ മാക്സ്വെലിൻ്റെയും കാമറൂൺ ഗ്രീൻ, ഇത്തവണ മുംബൈ ഇന്ത്യൻസിൽ നിന്നും RCB കൊണ്ടുവന്ന താരമാണ് കാമറൂൺ ഗ്രീൻ. ആദ്യഘട്ടത്തിൽ അദ്ദേഹം IPL കളിക്കില്ല, പിന്മാറുമെന്ന് കരുതിയിരുന്നപ്പോഴാണ് ഇത്തവണ അദ്ദേഹം IPL കളിക്കുന്നുണ്ട്. RCBയുടെ ക്യാമ്പിലേക്കും താരം എത്തിയിട്ടുണ്ട്. സോ ഗ്ലെൻ മാക്സ്വെലിനൊപ്പം കാമറൂൺ ഗ്രീൻ്റെയും ദിനേഷ് കാർത്തിക്കിനെയും കൂടി വെടിക്കെട്ട് ബാറ്റിംഗ് ചേരുമ്പോൾ ടോപ്പ് 6, RCBയുടെ ടോപ്പ് 6 വളരെ മികച്ച ബാറ്റിംഗ് കെൽപ്പുള്ള ടീം തന്നെയാണ്. ഫാഫ് ഡു പ്ലസി, വിരാട് കോഹ്ലി നൽകുന്ന മികച്ച തുടക്കത്തിന് പുറമെ അത് ഏറ്റെടുത്തുകൊണ്ട് കുറച്ചുകൂടി റൺസുകൾ കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്ന ഗ്ലെൻ മാക്സ്വെലിൻ്റെയും രജത് പടിദാറിൻ്റെയും കാമറൂൺ ഗ്രീൻ്റെയും ദിനേഷ് കാർത്തിക്കിനെയും ഒക്കെ വമ്പനടികൾ കൂടി ചേരുമ്പോൾ RCBക്ക് മിക്ക മത്സരങ്ങളിലും 200-ന് മുകളിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നീട് അങ്ങോട്ട് മയങ്ക് ദാഗർ, അതോടൊപ്പം തന്നെ കരൺ ശർമ്മ, റീസ് ടോപ്ലി, മുഹമ്മദ് സിറാജ്, യശ് ദയാൽ എന്നിങ്ങനെയാണ് RCBയുടെ ഒരു പ്രോബബിൾ 11 വന്നിട്ടുള്ളത്. ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം, റീസ് ടോപ്ലി SA-20 ലീഗിൽ മികച്ച പ്രകടനമായിരുന്നു താരം കാഴ്ചവെച്ചത്. പരിക്ക് മൂലം അദ്ദേഹം ഇത്തവണ IPL കളിക്കില്ല എന്ന് വാർത്ത വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം RCBയുടെ ക്യാമ്പിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒപ്പം മുഹമ്മദ് സിറാജ്, ഇന്ത്യയുടെ ഏറ്റവും മികച്ച T20 ഫാസ്റ്റ് ബോളറായിട്ടുള്ള സിറാജ് കൂടി ബംഗളൂരുവിൻ്റെ നിരയിലേക്ക് എത്തുമ്പോൾ RCBയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റും അല്പം അത്രയ്ക്ക് മോശമാകാൻ വഴിയില്ല. ഒപ്പം യശ് ദയാൽ, അതോടൊപ്പം തന്നെ മയങ്ക് ദാഗർ, കരൺ ശർമ്മ എന്നിവരാണ് RCBയുടെ 11ലേക്ക് എത്താൻ പോകുന്ന മറ്റ് താരങ്ങൾ. പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി നിർത്താം. കാരണം അത്ര പോരായ്മകളില്ലാത്തൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പറയാം RCBയുടെ പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. പക്ഷേ സ്പിന്നർമാരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ RCBക്ക് ഇത്തവണ ഇരുത്തി ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം മികച്ച സ്പിന്നർമാരുടെ അഭാവം ബംഗളൂരിൻ്റെ നിരയിൽ ഇത്തവണയുമുണ്ട്. കാരണം
കരൺ ശർമ്മ ഒരു എക്സ്പീരിയൻസ്ഡ് സ്പിന്നറാണ്. പിന്നീടുള്ളത് മായങ്ക് ദഗറാണ്, ഒരു ഓൾറൗണ്ടറാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിൽ നിന്നാണ് ഇത്തവണ ഷഹബാസ് അഹമ്മദിന് പകരം റീപ്ലേസ് ചെയ്തേം RCB നിരയിലേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷേ ദഗറിനെയും അതുപോലെ കരൺ ശർമ്മയും ആശ്രയിച്ചുകൊണ്ട് മാത്രം ബാംഗ്ലൂരിൻ്റെ സ്പിൻ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പോവുകയാണെങ്കിൽ അത് RCBക്ക് സംബന്ധിച്ച് വമ്പൻ തിരിച്ചടികൾ നേടിക്കൊടുത്തത്. കാരണം അത്ര മികച്ച എഫിഷ്യൻസി ഇല്ലാത്ത രണ്ട് അല്ലെങ്കിൽ നമുക്കറിയാം കരൺ ശർമ്മ കഴിഞ്ഞ സീസണിൽ അതേ RCB നിരയിലുണ്ടായിരുന്നു. മികച്ച അത്ര ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുക്കാൻ താരത്തിന് സാധിച്ചില്ല. പക്ഷേ ഈ സീസണിലേക്ക് വരുമ്പോൾ അതൊക്കെ മാറിയട്ടെ. മായങ്ക് ദഗറിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ ഹൈദരാബാദിൽ കാര്യമായ അവസരങ്ങൾ താരത്തിന് ലഭിച്ചില്ല. പക്ഷേ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ അദ്ദേഹം മികച്ച പ്രകടനമാണ് പുറത്തെടുത്തുകൊണ്ടത്, ബാറ്റിങ്ങിലായാലും ബൗളിങ്ങിലായാലും. പക്ഷേ ഈ ഒരു ഇരു താരങ്ങളെ വെച്ചുകൊണ്ട് മാത്രം ബാംഗ്ലൂരിൻ്റെ ആ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് അത്ര മികച്ചതാണ് നമുക്ക് പറയാൻ സാധിക്കില്ല. പോരായ്മകളുണ്ട്. മികച്ച ഒരു സ്പിന്നറുടെ അഭാവം അവരുടെ നിരയിൽ തന്നെയുണ്ട്. നമുക്കറിയാം വനന്തു ഹസരംഗയെ അവർ RCB തവണ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഹസരംഗയ്ക്ക് പകരം അദ്ദേഹത്തെ കിടപിടിക്കാൻ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു മികച്ച സ്പിൻ ബൗളർ ഇത്തവണ ബംഗളൂരുവിൻ്റെ നിരയിലില്ല. ഇനി കുറച്ച് ഫാക്റ്റുകളൊക്കെ നമ്മൾ വെച്ച് നോക്കാം. ഒന്ന്, സുയാഷ് ശർമ്മ അല്ലെങ്കിൽ വൈശാഖ് വിജയകുമാർ, കർണാടക ബോളറായിട്ടുള്ള വൈശാഖ് വിജയകുമാർ തുടങ്ങിയ താരങ്ങളെ അവർക്ക് ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷനായിട്ട് കൊണ്ടുവരാം. സ്പിന്നർമാർ നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. സ്പിന്നർമാരുടെ ഒരു മികച്ച സ്പിന്നറുടെ അഭാവം ബാംഗ്ലൂർ നിരയിലുണ്ട്. പക്ഷേ കരൺ ശർമ്മയും അതുപോലെ തന്നെ മായങ്ക് ദഗറും ഫോമിലേക്ക് ഉയരുകയാണെങ്കിൽ, മാരക ഫോമിലേക്ക് ഉയരുകയാണെങ്കിൽ RCBയെ സംബന്ധിച്ച് ഈ ഇരു താരങ്ങൾ തന്നെ ധാരാളമായിരിക്കും. ഒപ്പം മുഹമ്മദ് സിറാജ് നേതൃത്വം നൽകുന്ന ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കറിയാം T20യിൽ മികച്ച പ്രകടനം പുറത്തെടുത്തുകൊണ്ടാണ് റീസ് ടോപ്പിൽ ഇത്തവണ ബാംഗ്ലൂരിൻ്റെ നിരയിലേക്ക് എത്തും. സോ അതിനാൽ തന്നെ സിറാജും ടോപ്പിൽ നേതൃത്വം നൽകുന്ന ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അത്ര മോശമല്ല. ഒപ്പം യഷ് ദയാൽ കഴിഞ്ഞ സീസൺ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ താരമായിരുന്നു. യഷ് ദയാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വളരെ മികച്ച പ്രകടനം തന്നെയാണ് താരം പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. സോ അദ്ദേഹത്തിന് IPLലും അത് ആവർത്തിക്കാൻ സാധിക്കട്ടെ. അപ്പം പിന്നീട് നമുക്കറിയാം ബംഗളൂരുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട നമുക്കറിയാം ഇത്തവണ വനിതാ പ്രീമിയർ ലീഗ് കിരീടം ഏതാണ്ട് 10-16 വർഷങ്ങൾക്ക് ശേഷം RCB ഫ്രാഞ്ചൈസി ആദ്യ കിരീടം നേടിയത് കഴിഞ്ഞ ദിവസം അവസാനിച്ച വനിതാ പ്രീമിയർ ലീഗിലായിരുന്നു. സോ അതിൻ്റെയൊക്കെ അകമ്പടികൾ അല്ലെങ്കിൽ ആ ഒരു ആർപ്പുവിളികൾ മാറുന്നതിന് മുമ്പ് RCB റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പുരുഷ ടീം കൂടി ഒരു IPL കിരീടം ഉയർത്തട്ടെ. എന്നിരുന്നാലും RCBയുടെ ആ ഒരു സ്ക്വാഡ് അനാലിസിസ് വീഡിയോ ഇങ്ങനെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.